അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, മൂന്നാം ക്ലാസ്സിലെ തജ്വീദിന്റെ 11ാമത്തെ പാഠത്തിന്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് പാഠം? അൽ ഇൽഹാറു വൽ ഇഖ്ലാബു. ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിവാക്കൽ, അല്ലേ? മണിക്കാതെ മണിക്കരുത്, ഇതല്ലേ നമ്മൾ പഠിച്ച കഴിഞ്ഞ പാഠത്തില്? വെളിവാക്കൽ, മണിക്കരുത്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താ? മീമായി മറിച്ചു മണിക്കണം, അല്ലേ? അപ്പൊ അത് രണ്ടും നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇനി അതിന്റെ നിയമം, അതിന്റെ ഉദാഹരണമൊക്കെയാണ് ഈ പാഠത്തിൽ നോക്കാൻ പോകുന്നത്. പിന്നെ അതിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ആദ്യം നിങ്ങൾ വായിക്കാം. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ ഞാൻ മനസ്സിലാക്കി. അത് 5 നമ്മൾ മനസ്സിലാക്കി. ചെറിയ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഇവ അല്പം വിശദമായി പഠിക്കാം. അൽ ഇൽഹാറു, അൽ ഇൽഹാറു. ഉദാഹരണങ്ങൾ: അൻ അംത അലൈഹിം ഫീ ജന്നത്തിൻ ആലിയ. ഇവിടെ എവിടെയാണ് ഇൽഹാർ? ഇൽഹാർ എന്ന് പറഞ്ഞ സംഗതി ഇങ്ങനെ കാണാൻ കഴിയുമോ? എന്താണ് ഈ സംഭവം? ഇൽഹാർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൽഹാർ എന്ന സംഗതി നമുക്ക് കാണാൻ കഴിയും. ഏത്? അതിൻ്റെ അക്ഷരങ്ങൾ കാണാൻ കഴിയും. പക്ഷെ ഇൽഹാർ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും വായ കൊണ്ട് ഓതുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു നിയമമാണ് ഇൽഹാർ. മനസ്സിലായോ? അതല്ലാതെ ഇവിടെ ഇങ്ങനെ ഇൽഹാർ എഴുതി വെച്ചിട്ടുണ്ടാകുമോ? ഉണ്ടാവില്ല. ഉദാഹരണങ്ങളിൽ എവിടെയും ഇൽഹാർ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ അക്ഷരങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവിടെ ഇൽഹാർ ആണോ ഇഖ്ലാബാണോ ഇഖ്ഫാണോ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറയാം. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, സാക്കിനായ നൂനിന്റെയും തൻവീനും ശേഷമുള്ള അക്ഷരം നോക്കിയിട്ടാണ് എന്ത് തീരുമാനിക്കുക? നിയമം തീരുമാനിക്കുക. അപ്പൊ ഇവിടെ നോക്കും. ഇവിടെ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിൽ സാക്കിനായ നൂനുണ്ടോ നോക്കാം. എന്താ സാക്കിനായ നൂൻ എന്ന് പറഞ്ഞാൽ? സുക്കൂനുള്ള നൂന്. ഇതാ കിട്ടി, സുക്കൂനുള്ള നൂന് കിട്ടി. ഇനി ഇതിന്റെ ബാക്കിലുള്ള അക്ഷരം ഏതാ? ആ. ഇത് നോക്കിയിട്ടാണോ നമ്മൾ തീരുമാനിക്കുക? അല്ല. അപ്പൊ ഇതല്ല. പിന്നെ ഈ ശേഷമുള്ള അക്ഷരം നോക്ക്. ശേഷമുള്ള അക്ഷരം ഏതാണ്? ഐനാണ്, അല്ലെ? അപ്പൊ ശേഷം ഐന് വന്നാൽ എന്ത് ചെയ്യണം? വെളിവാക്കണം. ആരെ വെളിവാക്കണം? അതാണ് ചോദ്യം. ആരെ വെളിവാക്കണം? ഈ നൂനിനെ വെളിവാക്കണം. വെളിവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അൻ അംത, അങ്ങനെ ഓതണം. അതാണ് പറഞ്ഞത്. അൻ അംത. എന്ത് ഓതരുത്? അൻ അംത, അങ്ങനെ ഓതാൻ പറ്റൂല. പിന്നെ എങ്ങനെ ഓതേണ്ടത്? അൻ അംത. ഇനി നോക്കുക, ഈ ഉദാഹരണം നോക്കുക. ഫീ ജന്നത്തിൻ ആലിയ. ഇവിടെ നമ്മൾ എന്താ നോക്കേണ്ടത്? സാക്കിനായ നൂനുണ്ടോ നോക്കുക. ഇവിടെ ഇല്ല. പിന്നെ എന്താ ഉള്ളത്? തൻവീൻ ഉണ്ടോ നോക്കുക. തൻവീൻ ഉണ്ടോ? ഉണ്ട്. ഇതാ തൻവീന് കിട്ടി. അപ്പൊ സാക്കിനായ നൂനോ തൻവീനോ വേണം, എന്നാലേ അതിന് ശേഷമുള്ള അക്ഷരം നോക്കണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സാക്കിനായ നൂനോ തൻവീനോ ഉണ്ടോ നോക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് ശേഷമുള്ള അക്ഷരം ഏതാ നോക്കുക. ഇവിടെ ശേഷമുള്ള അക്ഷരം ഏതാ? ഐനാണ്. അപ്പൊ ഐന്, ഇവിടെ ശേഷമുള്ള അക്ഷരം ഏതാ? ഐനാണ്. ഇവിടെ എന്താ ചെയ്തത്? വെളിവാക്കി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? വെളിവാക്കണം. അപ്പോൾ സാക്കിനായ നൂനിന് തൻവീന് ശേഷം ഐന് വന്നാൽ എന്ത് ചെയ്യണം? വെളിവാക്കണം. ആരെ വെളിവാക്കണം? ഇവിടെ തൻവീനെ, ഇവിടെ നൂനിനെ. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ വെളിവാക്കി ഓതുക? ഫീ ജന്നത്തിൻ, ജന്നത്തിൻ ആലിയ. ജന്നത്തിൻ എന്ന് വെളിവാക്കണം. എങ്ങനെ ഓതരുത്? ജന്നത്തിൻ ആലിയ, അങ്ങനെ ഓതാൻ പാടില്ല. പിന്നെ വെളിവാക്കിയിട്ട് ജന്നത്തിൻ ആലിയ. മനസ്സിലായല്ലോ? ഇനി നോക്കാം. നൂനിന്റെയും തൻവീനിന്റെയും ശേഷം ഐന് വന്നതിന്റെ ഉദാഹരണങ്ങളാണിവ. ഇവയെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. അവിടെ മണിക്കാൻ പാടില്ല. നമ്മൾ പഠിച്ചില്ലേ? മണിക്കരുത്, വെളിവാക്കൽ മണിക്കരുത്. ഇതുപോലെ തന്നെ അംസ് ഹാ, അംസ് ഹാ, ഹാ, ഗൈന്, ഹാ എന്നീ മറ്റു ഹൽക്കിന്റെ അക്ഷരങ്ങളിലും ഇൽഹാർ ചെയ്യണം. എന്താ ഹൽക്കിന്റെ അക്ഷരങ്ങൾ പറഞ്ഞാൽ? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഹൽക്കിന്റെ അക്ഷരങ്ങൾ. തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ, അല്ലേ? ഇതിന്റെ ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ പഠിക്കേണ്ടത് ഇൽഹാറിന്റെ അക്ഷരങ്ങൾ എത്രയാണ്? ഇൽഹാറിന്റെ അക്ഷരങ്ങൾ 6. ഇൽഹാറിന്റെ അക്ഷരങ്ങൾ എത്രയാണ്? 6. ഇതാണ് ഇൽഹാറിന്റെ അക്ഷരങ്ങൾ. എത്രയാണ്? 6. 6 അക്ഷരങ്ങളാണ്. ഏതൊക്കെയാണ് ഇൽഹാറിന്റെ അക്ഷരങ്ങൾ? അത് തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ തന്നെ. തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അംസ് ഹാ, ഐന് ഹാ, ഗൈന് ഹാ. ഒരു ജോഡിയാക്കി പഠിക്കുക. അംസ് ഹാ ഒരു ജോഡി, പിന്നെ ഇതും ഒരു ജോഡി, ഐന് ഹാ, പിന്നെ ഗൈന് ഹാ. പഠിച്ചില്ലേ? അംസ് ഹാ, ഐന് ഹാ, ഗൈന് ഹാ. അവസാനം പുള്ളിയുള്ള 2 അക്ഷരം അവസാനം ആക്കുക, ഗൈനും ഹാവും. പിന്നെ പുള്ളി ഇല്ലാത്ത 2 അക്ഷരം അതിന്റെ തൊട്ട് ബാക്കിൽ. പിന്നെ അംസ് ഹാ ഫസ്റ്റത്ത്,
ഫസ്റ്റത്തെ അംസ് ഹാ, അത് കഴിഞ്ഞ ഐന് ഹാ, പിന്നെ ഗൈന് ഹാ, അങ്ങനെ 3 ജോഡിയാക്കിയാൽ ഈ 6 അക്ഷരം നമുക്ക് പഠിച്ചു. അപ്പോൾ ഹൽക്കിന്റെ അക്ഷരങ്ങളാണ് ഇൽഹാറിന്റെ അക്ഷരങ്ങൾ. ഇതിലേത് അക്ഷരവും ഈ നൂനിന്റെയോ അല്ലെങ്കിൽ തൻവീന്റെയോ ശേഷം വന്നാൽ അവിടെ ആ നൂനിനെയും തൻവീനെയും എന്താക്കണം, വെളിവാക്കി ഓതണം. ഇതാണ് ആ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇഖ്ലാബിലേക്ക് പോകാം. എന്താണ് ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ? ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ മറിക്കുക എന്നർത്ഥം, മറിക്കുക. അപ്പൊ ഇവിടെ നോക്കുക, യുംബിതു മിംബഅദു കിറാമിൻ ബറ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എല്ലായിടത്തും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സാക്കിനായ നൂനുണ്ടോ നോക്കുക, അല്ലെങ്കിൽ തൻവീനുണ്ടോ. ആദ്യം നമ്മൾ സാക്കിനായ നൂന് കണ്ടെത്ത്, ദാ കിട്ടി സാക്കിനായ നൂന് കിട്ടി. 1 ഇവിടെ സാക്കിനായ നൂന്, 2 തൻവീന് അല്ലേ. സാക്കിനായ നൂനോ തൻവീനോ ഉണ്ടോ നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, സാക്കിനായ നൂനോ തൻവീനോ കിട്ടി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ശേഷമുള്ള അക്ഷരം ഏതാ നോക്കുക. ശേഷമുള്ള അക്ഷരം ഏതാണ്? ബാ. ഇവിടെ ശേഷമുള്ള അക്ഷരം ഏതാണ്? ബാ. ഇവിടെ ശേഷമുള്ള അക്ഷരം ഏതാണ്? ബാ. ഇവിടെ ചെറിയ മീമുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. വലിയ അക്ഷരം ഏതാണ്? ബാ ആണ്. അപ്പൊ എല്ലാത്തിലും ബാ ആണ്. അപ്പൊ ഇഖ്ലാബിന്റെ അക്ഷരം ഏതാണ്? ബാ ആണ്. പഠിച്ചു അല്ലേ? ഇഖ്ലാബിന്റെ അക്ഷരം ബാ. ഇനി അത് പഠിക്കാൻ വേറെ ട്രിക്ക് ഉണ്ട്. എന്താ? ഇഖ്ലാബിന്റെ അക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ അവസാനത്തെ അക്ഷരം, ഇഖ്ലാബ് എന്ന് പറയുമ്പോൾ അവസാനത്തെ അക്ഷരം ഏതാ? ബാ. അതാ ട്രിക്ക്. മനസ്സിലായോ? അപ്പൊ ഇഖ്ലാബിന്റെ അക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ ബാ ആണ്. മനസ്സിലായി? അപ്പൊ ഇഖ്ലാബിന്റെ അക്ഷരം ബാ ആണ്. അപ്പൊ ഇനി എന്തായിരിക്കും ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ? സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ബാ വരിക. സിമ്പിൾ ആണ്. സാക്കിനായ നൂനിന്റെ തൻവീനിന്റെ ശേഷം ബാ വന്ന എന്തായി? ഇഖ്ലാബായി. നൂനിന്റെയും തൻവീനിന്റെയും ശേഷം ബാ വന്നതിന്റെ ഉദാഹരണങ്ങളാണ് മുകളിലുള്ളത്. ഇവയിൽ നൂനിനെയും തൻവീനെയും മീമായി മറിച്ചു മണിക്കണം. അതിനാണ് ഇവിടെ ചെറിയൊരു കുഞ്ഞി മീം കണ്ട നിങ്ങൾ. ഈ മീം കൊടുത്ത് വേണം. ഇവിടെ കുഞ്ഞി മീം ഉണ്ടോ? ഇവിടെ ഒരു മീം ഉണ്ടോ? ഈ കുഞ്ഞി മീം എന്തിനാ കൊടുത്തത്? ഇവിടെയുള്ള ഈ നൂനുണ്ടല്ലോ, നമ്മൾ ഇവിടുത്തെ ഈ നൂന്, അതുപോലെ ഈ തൻവീൻ, ഈ തൻവീനെയും ഈ നൂനിനെ എന്താക്കണം? മീമായിട്ട് മാറ്റണം. ഈ മീമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ നൂനിനെ മീമാക്കുക. അപ്പൊ നമ്മൾ ഇവിടെ നൂന് ഓതണോ? നൂനോദണ്ട. ഇവിടെ നിന്ന് നൂന് നമ്മൾ ഓതണ്ട, തൻവീന് ഓതണ്ട. പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ യു കഴിഞ്ഞാൽ പിന്നെ മീം ഓതിയാൽ മതി. അപ്പൊ യുംബിത്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? യുംബിത്തു. അപ്പൊ യുംബിത്തു ആണ് ഇവിടെ ഓതേണ്ടത്. ഇവിടെ മിംബഅദു എന്നാണ് ഓതേണ്ടത്, കിറാമിൻ ബററ. അപ്പൊ ഇവിടെ ഓതേണ്ട എങ്ങനെ? യുംബിത്തു. നൂനിനെ മീമാക്കും വേണം, എന്നിട്ട് എന്ത് ചെയ്യണം? മീമായി മറിച്ചു മണിക്കും വേണം. നൂനിനെ മീമാക്കുകയും എന്നിട്ട് മണിക്കുകയും വേണം. അപ്പൊ യുംബിത്തു മിംബഅദു കിറാമിൻ ബററ. ഇനി ഇവിടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം, ഇഖ്ലാബിന്റെ അക്ഷരം എത്ര? ഏത്? ഇഖ്ലാബിന്റെ അക്ഷരം 1 ബാ. പിന്നെ ഇവിടെ പരീക്ഷയ്ക്ക് വരുന്ന മറ്റൊരു ചോദ്യം, ഇഖ്ലാബിന്റെ ഉദാഹരണങ്ങൾ. ഇഖ്ലാബിന്റെ ഉദാഹരണങ്ങൾ ചോദ്യം 2 രൂപത്തിൽ പരീക്ഷയ്ക്ക് വരും. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് ഉദാഹരണം തന്നിട്ട് അതിൽ നിന്ന് ഇഖ്ലാബിന്റെ ഉദാഹരണം തിരഞ്ഞെടുക്കാൻ വരും. അപ്പൊ ഇഖ്ലാബിന്റെ ഉദാഹരണം തിരഞ്ഞെടുക്കാൻ വളരെ സിമ്പിൾ ആണ്. എന്താ ട്രിക്ക്? ആദ്യത്തെ സ്റ്റെപ്പ് സാക്കിനായ നൂനോ തൻവീനോ ഉണ്ടോ എന്ന് നോക്കുക തന്ന ഉദാഹരണത്തിൽ. എന്നിട്ട് അതിന് ശേഷമുള്ള അക്ഷരം ബാ ഉണ്ടോ നോക്കുക അല്ലെ. ബാ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഇഖ്ലാബായിരിക്കും. അപ്പോ ഇവിടെ നിങ്ങൾ ഈ ഉദാഹരണം 2 നിർബന്ധമായി പഠിക്കുക. ഇതിൽ നിന്ന് 2 ഉദാഹരണം എന്തായാലും പഠിക്കുക, കാണാതെ പഠിച്ചിട്ട് പോകണം. കാരണം ചില പരീക്ഷകൾക്ക് എന്ത് വന്നിട്ടുണ്ട്? നിങ്ങളോട് ഇഖ്ലാബിന്റെ ഉദാഹരണം സ്വന്തമായി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും വരും. അല്ലെങ്കിൽ ഉദാഹരണം ചോദ്യപേപ്പറിൽ തന്നിട്ട് അതിൽ നിന്ന് ഇഖ്ലാബ് കണ്ടെത്താനും 2 രൂപത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി ഇൽഹാറിന്റെ ഉദാഹരണവും നമ്മൾ അതുപോലെ പഠിക്കണം. ഇൽഹാറിന്റെ ഉദാഹരണം 2 പഠിച്ചു വെക്കുക. അതുപോലെ ഇൽഹാർ തന്ന ഉദാഹരണത്തിൽ നിന്ന് ഇൽഹാർ എങ്ങനെ മനസ്സിലാക്കാം? ഫസ്റ്റ് സ്റ്റെപ്പ് സാക്കിനായ നൂനോ തൻവീനോ ഉണ്ടോ നോക്കുക. ശേഷം ഈ പറഞ്ഞ ഈ 6 അക്ഷരങ്ങൾ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി പറഞ്ഞോളൂ, ഇൽഹാറാണ്, ഒരു പേടി പേടിക്കണ്ട. ഇവിടെ സാക്കിനായ നൂനിന് ശേഷം എവിടെയാണോ ബാ വരുന്നത് അവിടെ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അവിടെ ഇഖ്ലാബാണ്. അതും നിങ്ങൾ ബേജാറാവണ്ട. അപ്പൊ 2 നിയമങ്ങൾ നമ്മൾ ശരിക്കും പഠിച്ചു. മനസ്സിലാവാത്തവർ കമന്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.